അസ്സലാമു അലൈക്കും. ലെനോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി ഒരു ഫ്രൈയും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ഉപകാരപ്പെടുന്ന അലർജി തുമ്മൽ എല്ലാവർക്കും പൊടിയൊക്കെ ആണല്ലോ ഈ സമയത്തും നല്ല ചൂടുള്ള സമയത്തൊക്കെ അലർജി വരുന്നവർക്കൊക്കെ നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു മരുന്നുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ചേനൻ്റെ പീസ് എടുത്ത് കണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് കാണിക്കണത്. സൽക്കാരങ്ങളിലും ഒക്കെ ഉണ്ടാവുന്ന അതേ ഫ്രൈ ആണ് ഞാൻ കാണിക്കാനും പോണത്. ചെറിയൊരു പീസ് പറഞ്ഞാൽ ഇത് വലിയ ചേന ആയതുകൊണ്ടാണ് ചെറിയ പീസ് എടുക്കുന്നത്. ഇതന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പീസാണ്. ഒരു സൽക്കാരത്തിനൊക്കെ ആണെങ്കിൽ ഇത് ഫുള്ളായിട്ട് എടുക്കേണ്ടി വരും. ഇത് ഞാൻ തൊലി കളഞ്ഞതിൻ്റെ ശേഷം നന്നായി ക്ലീൻ ചെയ്ത് പിന്നെയാണ് ഞാനിത് അരിഞ്ഞെടുക്കണത്. ആദ്യം തന്നെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം വരും. ഇതിൽ വെള്ളത്തിൻ്റെ ചില അംശം ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ മസാല പിടിക്കുകയോ ഒന്നും ചെയ്യൂല. അപ്പം ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിൻ്റെ ശേഷമാണ് ഇത് അരിഞ്ഞെടുക്കണത്. ഫ്രഞ്ച് ഫ്രൈസൊക്കെ അരിയണത് പോലെ തന്നെയാണ് അരിഞ്ഞെടുക്കണത്. നീളത്തിൽ ഒരേ ലെവലിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് വലിപ്പത്തിനനുസരിച്ചാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കനത്തിലാണല്ലോ കട്ടിയിൽ അരിയുക. ആ കനത്തിൽ തന്നെയാണ് ഞാൻ ഈ ചേന അരിഞ്ഞെടുക്കുന്നത്. ഇത് ചിലവർക്ക് കൈമ തട്ടിയാൽ ചൊറിയും. അപ്പോൾ ഇതിൽ കീസോ അല്ലെങ്കിൽ ഗ്ലൗവോ ഒക്കെ ഇട്ടിട്ട് അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ വലിയ ചൊറിയുന്ന ചേന അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിന് ഗ്ലൗ ഒന്നും ഇടാഞ്ഞത്. ഈ ചേന പീസ് അരിയുന്ന സമയത്ത് കൂടുതലായിട്ടും ഉണ്ടാവും. ഇത് ഉണ്ടാവില്ല എന്ന് കാണുമ്പോൾ ചെറിയ പീസല്ലേന്ന് തോന്നും. ഇത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ടുണ്ടാവും. കഴിക്കുന്ന സമയത്ത് ഒരു 7 പേർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഈ കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തത്, ഫുള്ളായിട്ട് അരിഞ്ഞേക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ അതിലേക്ക് മസാലകൾ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളകും പൊടിയും, ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യണത്. ഇതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഓയിലോ ഒന്നും ചേർക്കാതെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പം തന്നെ ഇതിൽ നിന്ന് ചേനയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ചിക്കനിലൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഓയിലും വിനാഗിരിയും ഒക്കെ ചേർത്ത് കൊടുക്കും. അതൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു നുള്ളു കളറ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ വീഡിയോയിൽ കാണാനും ഭംഗിക്കും വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്, അല്ലാതെ ഞാൻ ചേർക്കാറില്ല. ഈ മസാലയൊക്കെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതൊന്ന് ക്രിസ്പി ആവാനും മസാല ഇതിലേക്ക് പിടിക്കാനും വേണ്ടിയിട്ടാണ്. മസാല റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും ഞാൻ ചെയ്യണില്ല, ഈ സമയം തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഇത് നന്നായി എല്ലായിടത്തും മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണ ചൂടായിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഇത് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കൂല. ഇപ്പോൾ ഇതിലേക്ക് ചേന ഇട്ട് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ടിട്ട്, പറ്റ കുറവുമല്ല കൂടുതലുമല്ല, അങ്ങനെ ഇട്ടുകൊണ്ട് ഇളക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതൊരു ഭാഗം നന്നായി ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇളക്കി എടുത്താൽ മതി. ഇത് പുറം നല്ല ക്രിസ്പി, ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ടാണ് നിൽക്കുക. അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾ വെജിറ്റേറിയൻ കഴിക്കാത്ത കുട്ടികളും ചേനകൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും. ഇത് വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സോസൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് കുട്ടികൾ വെറുതെ കഴിച്ചു കൊണ്ടിരിക്കും. ചോറിൻ്റെ കൂടെ അതേപോലെ ഞാൻ പറഞ്ഞില്ല സൽക്കാരത്തിനും ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രൈ കൂടിയാണിത്. മിക്ക കുട്ടികളും വലിയവരൊക്കെ വെജിറ്റേറിയൻ കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ലൊരു ഇതാവും. ഇപ്പോൾ ഞാനിത് കോരി മാറ്റുകയാണ്. നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്.
ഉള്ളും തന്നെ നന്നായി വെന്തിട്ടുമുണ്ട്. ഞാൻ ഇപ്പം ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. രാവിലെ മക്കൾ ചോറ് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഇത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ എന്തായാലും കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ കൂടിയാണിത്. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയുള്ള ഒഴിച്ചിട്ട് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ വേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം ഇത് നമ്മൾ ഉപയോഗിക്കാറുമില്ല. അന്നത്തെ ദിവസം ഞാൻ എന്തിനെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ ചൂട് സമയത്ത് തന്നെ എന്തെങ്കിലും വെക്കണ സമയത്തൊക്കെ എടുക്കുന്നല്ലാതെ പിന്നെ ഞാനിത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനത് കൂടുതലും ഒഴിക്കാത്തത്. ചേന ഇതുപോലെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഈ ലാസ്റ്റത്തെ ട്രിപ്പിൽ പച്ചമുളക് കീറിയിട്ട് കണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇടുമ്പോൾ കൂടുതലായിട്ട് നല്ല ടേസ്റ്റാണ്. അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഇട്ടാലും കുഴപ്പമില്ല, ഫസ്റ്റ് ട്രിപ്പിൽ ഇട്ടാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. ചേന ഇടുന്ന സമയത്ത് തന്നെ ഇടരുത്. ചേനയിൽ കൂടെ ഇടുകയാണ് ഒന്നുകൂടി ടേസ്റ്റ്. എല്ലാം കഴിഞ്ഞ് കോരി മാറ്റിയിട്ട് അങ്ങനെ ചെയ്താലും മതി. അതിലും കൂടുതൽ ടേസ്റ്റ് ചേനയും കൂടെ ഇട്ട് ഫ്രൈ ചെയ്യാണ്. ഇപ്പോൾ അത് മുളകും എല്ലാം മൂത്ത് കഴിഞ്ഞ് ഞാൻ അത് കോരി മാറ്റുകയാണ്. ഇപ്പോഴും ഞാൻ ഓയിൽ ഒഴിച്ചത് ഫുള്ളായിട്ട് അതിൽ തന്നെ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എണ്ണ കുടിക്കാതെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇടുന്ന സമയത്ത് നല്ല ചൂട് പാകമായിട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് മീഡിയത്തിൽ ഇടുക. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ കുടിക്കൊന്നുമില്ല. അപ്പോൾ അത് എല്ലാം ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം കണ്ടോ വെള്ളം പാരാതെ തന്നെ ഇതിൽ വെള്ളം ഊറി വന്നത്. മസാലകളൊക്കെ പൊടിഞ്ഞ് പോകും കരുതിയിട്ടാണ് ഞാൻ വെള്ളമൊന്നും ചേർക്കരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളു നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്താൽ വെറുതെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. വെറുതെ ചായ ഇല്ലാതെയും ഞാൻ വെറുതെ കുത്തിരിക്കണ സമയമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തും ഇത് കഴിക്കാൻ തോന്നും. ഇനി അടുത്ത ടിപ്പ് ഞാൻ മഞ്ഞൾ ഉണക്കണതാണ് കാണിക്കണത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നല്ലൊരു മരുന്ന് ഇതിലുണ്ടെന്ന്. അലർജി ഇല്ലൊരു പ്രത്യേകിച്ച് ഇത് കാണണം. ഇതിപ്പോൾ ഞാൻ നാടൻ മഞ്ഞൾ ഉണക്കാൻ ഇടുകയാണ്. നാടൻ മഞ്ഞൾ കൊണ്ടാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടിയാണ്. ഇനി നാടൻ മഞ്ഞൾ കിട്ടാത്തവർക്ക് പാക്കറ്റ് മഞ്ഞളായാലും കുഴപ്പമൊന്നുമില്ല. അതും ഇത്ര ഇത് കിട്ടുമോ എനിക്കറിയില്ല. ഞാൻ നാടൻ മഞ്ഞളുകൊണ്ടാണ് എനിക്ക് നല്ല എഫക്റ്റ് കിട്ടിയിട്ടുള്ളത്. എൻ്റെത് പൂർണ്ണമായി മാറി പറഞ്ഞാൽ ഞാനിപ്പോൾ അധികം കുടിച്ചിട്ടൊന്നുമില്ല. ആകെ 4 ദിവസം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് കരുതിയത്. കുറച്ച് തേനെടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. ഇത് കാട്ടുതേനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് തേനായാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ചാടിയ അത്ര മഞ്ഞൾ ആയാലും കുഴപ്പമില്ല. കൂടുതൽ മഞ്ഞൾ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുത്താലും മതി. എന്നാലും നല്ല റിസൾട്ട്. ഇനി തേന് മധുരമാണല്ലോ എന്ന് കരുതിയാണ്ട് കുടിക്കാത്തവർക്കാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കി കുടിച്ചാലും മതി മഞ്ഞൾപ്പൊടി. അതിലും കൂടുതൽ തേനിലാണ് ഏറ്റവും നല്ലത്. എനിക്ക് നല്ല ഇത് മാറ്റങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും കാണിക്കണത്. നല്ല അലർജിൻ്റെ ആളാണ് ഞാൻ. അതെനിക്ക് മരുന്ന് കുടിച്ചെഴുതി മാറ്റങ്ങളൊന്നും കാണലില്ല. അപ്പോൾ ഇത് കുടിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇതിലിടാൻ ഷെയർ ചെയ്യാനും കരുതിയത്. എല്ലാവർക്കും നല്ല ഉപകാരമായ പോലോ. ഇത് എല്ലാ വീട്ടിലും ഇല്ല പ്രശ്നമാണ് ഈ അലർജി. ഇത് ഞാൻ കുടിക്കുകയാണ്. ഞാനെന്നെ കുടിക്കണ വേറെ ആരുമല്ല. ഇനി അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാനത് കുടിച്ച് കഴിഞ്ഞു.